എൻ്റെ രചിയാണ് ഇവിടെ പ്രവേശവാസിയാണ്. എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? ഇന്നലെ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ അറിയുന്നത്. ഈ പ്രതി അഫാൻ ഇന്നലെ ഈ കൃത്യം ചെയ്തതിന് ശേഷം പുള്ളി കുഞ്ഞാറോട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സന്ദർശിക്കുകയും പോലീസും ഫയർഫോഴ്സും വന്ന് ഇവിടെ വീട്ടിൽ വന്ന് പോലീസ് വന്ന ശേഷം ഇവിടുത്തെ നാട്ടുകാർ തന്നെ ഈ സംഭവം പുറത്ത് അറിയാൻ കാരണം പ്രതിയുടെ മൊഴി അനുസരിച്ച് പോലീസ് വന്നതിന് ശേഷം പോലീസും ഇവിടുത്തെ നാട്ടുകാർ ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തി അവൻ്റെ അമ്മ ജീവനുണ്ടായിരുന്നു അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെല്ലാം പോലീസാണ്. അതിനുശേഷമാണ് ബാക്കി മരണപ്പെട്ട രണ്ടുപേരെ കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അവനെ കുട്ടിക്കാലം മുതലേ എനിക്ക് അറിയാവുന്നുള്ള ഒരു പയ്യനാണ്. അവൻ്റെ ഉമ്മയും ഞങ്ങളൊക്കെ അടുക്കി താമസിച്ചിരുന്നത്. അവർ ഇപ്പം ഇവിടെ വന്നിട്ട് 10-15 വർഷത്തോളമായി ഈ പുതിയ വീട് വെച്ച് താമസമായിരുന്നു. അപ്പോൾ അവൻ്റെ പഠനകാലം തൊട്ടേ എനിക്ക് ഇവനെ കൂടുതലായിട്ട് അറിയാം. പക്ഷെ ആ സമയങ്ങളിലൊന്നും ഇങ്ങനെ ഇപ്പോൾ അറിയുന്ന സംഭവങ്ങളാണ്. ലഹരിക്ക് അടിമപ്പെട്ടെന്നും ലഹരി കൊണ്ടാണ് ചെയ്തെന്നൊക്കെ ഇപ്പോഴുള്ള അറിവാണ്. നേരത്തെ അവനോട് തീർത്തുപിടിക്കുന്നവരും ഞങ്ങളുടെ അറിവിലില്ല, ഞങ്ങൾക്ക് അറിയില്ല, കാണാറുമില്ല. കാരണം തന്നെയല്ല ഒരു മറ്റുള്ളൊരു കൂട്ടുകിട്ടാനുള്ളൊരു സംഭവം ഇല്ല, ഒന്നുമില്ല. പിന്നെ മാപ്പാകൽപ്പമായ കടമുണ്ട്. പുള്ളി ഗൾഫിലാണ്, അവിടെ ബിസിനസ് ആയിരുന്നു. ബിസിനസ് സംബന്ധമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട വിഷയമാണ് ഇപ്പോൾ ഇവിടെ സംഭവം നടന്നേക്കുന്നത്. കാരണം സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലായിരുന്നു. ശരിക്കും ഒരു താഴ്ന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഇപ്പോൾ അച്ഛന് കടം ഉണ്ട്. കാരണം ബിസിനസ് തകർന്നല്ലോ. നല്ല രീതിയിലുള്ള ബിസിനസ് ഒരു ഫാമിലി ആയിട്ട് ഗൾഫിലായിരുന്നു. അതിനുശേഷം ഈ ബിസിനസ് തകർന്നതിന് ശേഷം ഫാമിലി വന്നു. പിള്ളേരൊക്കെ ഇവിടെ സ്കൂളിൽ ആക്കി. ഇവൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടത് കാരണം അത് കൂടുതൽ അറിയാൻ വയ്യ. കാരണം ഇവൻ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും ബിസിനസ്, അങ്ങനെ ഒരു ബിസിനസ് അവനില്ല. അവന് ബിസിനസ് പരമായിട്ടില്ല. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനായിരുന്നു. നാട്ടുകാരായിട്ടൊക്കെ നല്ല ഇടപെടലാണ്. നല്ല സ്നേഹമായിട്ട് അവരോടൊരു പിന്നെ മറ്റുള്ള രീതിക്ക് ഒന്നിനും അങ്ങനെ പോയിട്ടില്ല. എൻ്റെ അറിവിന് പോയിട്ടില്ല. ഇളയ കുട്ടി എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ അവൻ അത്രമാത്രം സ്നേഹിച്ച് കൊണ്ടിടണം. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഞാൻ കണ്ടതാ. ഇവിടെ അടുത്തൊരു മസ്ജിദുണ്ട്, മാണിക്കപ്പള്ളി. ആ പള്ളിയിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ബൈക്കിൽ, ആ കാണുന്ന ബൈക്കിലാണ് രണ്ടുപേരും വന്ന് ഇറങ്ങുകയും ജുമാസ്കാരത്തിന് പോവുകയും ചെയ്തു. അപ്പോൾ അത്രയും അവനുമായിട്ട് നല്ല ഒരു ചാൻസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അനിയനും ചേർന്ന്. ഞാൻ കയറി കണ്ടില്ല, ഞാൻ പുറത്തു നിന്നുള്ളത്. കാരണം ഞാൻ വന്നപ്പറ്റി വൈകിയപ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ലല്ലോ, പോലീസ് അതിൻ്റെതായ രീതിയാണല്ലോ. പ്രണയം ശരിക്കും പറഞ്ഞാൽ സത്യമായി ഇന്നലെ ആണ് ഞങ്ങളിത് അറിയുന്നത്. പിന്നെ ഇങ്ങനൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ കുട്ടിയെ കൂട്ടി ഇവിടെ കൊണ്ടുവന്നതും കുട്ടിക്കും ഇങ്ങനെ സംഭവിച്ചെന്നും ഇന്നലെ ഈ പോലീസ് വന്ന് ശേഷമാണ് ഞങ്ങളിത് പുറത്ത് തന്നെ അറിയാം. അപ്പം ഇന്നലെ രാത്രി അറിയുമെന്ന് പറഞ്ഞാൽ കുട്ടി 3 ദിവസം കൊണ്ട് കുട്ടിയുടെ വീട്ടുകാർ ഓരോരുത്തർ പറയുന്നതാണ്. പക്ഷേ ഈ വീട്ടിൽ ഇന്നലെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിനു മുന്നേ ഈ 2 കൊലപാതകം നടന്നല്ലോ. അപ്പം ആസൂത്രണമായി ചെയ്തിട്ടുണ്ടാകാം. ചിലപ്പോൾ ഈ 3 ദിവസം മുന്നേ കുട്ടി വന്നിട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇവൻ്റെ വാപ്പാടെ മാതാവാണ് പാങ്ങോട് മരണപ്പെട്ടത്. അപ്പോൾ അവരോടത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടാവാം. അവിടെ സ്വീകരിച്ചില്ല. രണ്ടാം വലിയ വാപ്പാടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ രണ്ടാമത് പോയി. അപ്പോൾ അവർ പണമാറ്റോ അല്ലെങ്കിൽ ഇവരവർ സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വൈരാഗ്യമായിട്ടായിരിക്കും ഇവിടെ വന്നത്. ഈ 3 ദിവസം കൊണ്ട് പയ്യനെയും കാണാൻ അവനിവിടെ നിത്യമുണ്ട്, ഇവിടെ ഉണ്ട്. 3 ദിവസം കൊണ്ട് മിക്സിംഗ് എന്ന് ചിലർ പറയുന്നു. നമുക്ക് കൂടുതൽ അറിഞ്ഞില്ല. ഇവിടെ ഇന്നലെ 3:30 മണിക്ക് ശേഷമാണ് ഇവിടെ വന്നതായിട്ടുള്ളത്. ഈ പെൺകുട്ടി വന്നതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഞാൻ ഈ വെള്ളിയാഴ്ചയാണ് ഞാൻ കണ്ടത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അനിയനും ചേട്ടനും കൂടെ പള്ളി വരുന്നതാണ് ഞാൻ കണ്ടത്.